ബീഹാറിലെ വമ്പൻ തോൽവിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി നാടുവിട്ടു. ബിജെപിയുടെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ ഉയർന്നുവരുന്ന വാർത്തയാണ് ഇത്. ഇത് മാത്രമല്ല, വിദേശ രാജ്യത്ത് രാഹുൽ ഗാന്ധി കറങ്ങി നടക്കുന്നതിന്റെ ചിത്രമടക്കം പുറത്തുവിട്ടാണ് ബിജെപി വ്യാജ വാർത്തകൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഇതിനു പുറമെ ഡൽഹിയിൽ സ്ഫോടനം നടന്ന് രാജ്യം നടുങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് കടന്നുവെന്നും ബിജെപി പറയുന്നുണ്ട്. അവരുടെ സാമൂഹിക അക്കൗണ്ടുകളിലും അതിന് പിന്നാലെ വാട്സാപ്പുകൾ വഴിയും ഈ നുണകൾ രാജ്യം മുഴുവൻ പടർന്ന് പന്തലിക്കുമ്പോൾ നുണകൂടാരം തകർക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ. അന്വേഷണത്തിൽ ബിജെപി നേതാവ് രാധിക ഖേരയും ഇതേ വീഡിയോ രാഹുലിനെതിരായ ആരോപണങ്ങളോടെ എക്സിൽ പോസ്റ്റ് ചെയ്തതായി കാണാം. ഡൽഹി സ്ഫോടനത്തിന് 5 ദിവസം മുൻപ് രാഹുൽ വിദേശത്ത് രഹസ്യ സന്ദർശനം നടത്തി. 2 ദിവസം കഴിഞ്ഞ് ഡൽഹി സ്ഫോടനം നടന്നു എന്നാണ് പോസ്റ്റിൽ അവർ ഉന്നയിക്കുന്നത്. പ്രചരിക്കുന്ന സന്ദേശങ്ങളിൽ ആരോപിക്കുന്നത് പോലെ രാഹുലിനൊപ്പം വീഡിയോയിൽ കാണുന്നത് അജ്ഞാത യുവതിയല്ല, മറിച്ച് സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ മകൾ മിറായ വധ്രയാണ്. ഇടയ്ക്ക് രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പം മിറായ പൊതുപരിപാടികളിൽ പങ്കെടുത്തത് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര പുരോഗമിക്കുമ്പോൾ 2022 രാജസ്ഥാനിൽ വെച്ച് മിറായ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ മാധ്യമ വാർത്തയും വൈറൽ വീഡിയോയിൽ കാണുന്നത് മിറായ തന്നെയാണെന്ന് താരതമ്യം ചെയ്ത് വ്യക്തമാക്കുന്ന ചിത്രവും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പ്രചരിക്കുന്ന വീഡിയോയുടെ ഉറവിടം സംബന്ധിച്ച് പരിശോധനയും നടക്കുന്നുണ്ട്. പരിശോധനയിൽ ഈ വീഡിയോ ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ എപ്പോഴത്തേതാണെന്ന് പരിശോധനയും നടക്കുന്നുണ്ട്. വിശദമായ അന്വേഷണത്തിൽ ഇതേ വീഡിയോ ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടതായും കണ്ടെത്തുന്നുണ്ട്. പോൾ ഡി സിൽവ എന്ന അക്കൗണ്ടിൽ നിന്ന് ഒക്ടോബർ 14-നാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ ആരോപണം വ്യാപകമായതോടെ കോൺഗ്രസ് നേതാക്കളും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. 2025 സെപ്റ്റംബറിലെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് വ്യാജ പ്രചാരണമെന്നാണ് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനദെ എക്സിൽ കുറിച്ചത്. സെപ്റ്റംബറിലെ യാത്ര സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ കണ്ടെത്താനായില്ല. അതേസമയം ഇക്കഴിഞ്ഞ ജൂണിലും രാഹുൽ രഹസ്യ വിദേശയാത്ര നടത്തുന്നു എന്ന ആരോപണവുമായി ബിജെപി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. മരുമകളായ മിറായയുടെ ബിരുദദാന ചടങ്ങുകൾക്കായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് ലണ്ടനിൽ പോയത്. ബിജെപി നേതാക്കളുടെ ആരോപണങ്ങൾക്ക് കോൺഗ്രസ് നേതാവ് പവൻ ഖേര അന്ന് എക്സിലൂടെ മറുപടി നൽകിയിരുന്നു. രാഹുലിന്റെ യാത്രോദ്ദേശവും അദ്ദേഹം ഉടൻ തിരിച്ചെത്തുമെന്നുമായിരുന്നു ഖേരയുടെ പോസ്റ്റ്. മിറായയുടെ ഗ്രാജുവേഷൻ ചടങ്ങിന് ശേഷം രാഹുൽ പ്രിയങ്കയ്ക്കും കുടുംബത്തിനുമൊപ്പം എടുത്ത ചിത്രവും സമൂഹമാധ്യമങ്ങളിൽ അന്ന് പ്രചരിച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്കെതിരായ പ്രചാരണം വ്യാജമാണെന്ന് വ്യക്തമായി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ വെച്ച് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തന്നെ തെറ്റായി പ്രചരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ വെച്ച് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തേതെന്ന തരത്തിൽ തെറ്റായി പ്രചരിക്കുന്നത്. മറ്റു ചില സമൂഹ മാധ്യമങ്ങളിൽ എത്തുമ്പോൾ വീഡിയോയുടെ അടിക്കുറപ്പ് മാറുന്നുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും അജ്ഞാത യുവതിയും വിദേശത്തേക്ക് കടന്നുവെന്നാണ് ബിജെപിക്കാർ ആരോപിക്കുന്നത്. ഈ നുണയുടെ ബോംബും ചീറ്റിപ്പോകുന്നതായി കാണാൻ സാധിക്കും.